ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു സിമ്പിൾ പരിപ്പ് കറിയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനുശേഷം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ടു. അതിനുശേഷം ചെറുതായിട്ടരിഞ്ഞ ഉള്ളി അതിലേക്ക് ഇട്ടു. പിന്നീട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഒന്ന് മൂപ്പിക്കുകയാണ്. അതായത് ഉള്ളിയും കറിവേപ്പിലയും ഒന്ന് മൂക്കണം. അതിനുശേഷം അതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുക. സൺഫ്ലവർ ഓയിൽ ചെയ്യരുത്, വെളിച്ചെണ്ണയിൽ ചെയ്യുക. അപ്പം വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ്. പിന്നെ അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു. കാശ്മീരി ചില്ലി പൗഡർ എന്ന് പറഞ്ഞാൽ എരിവും കുറവാണ്, പിന്നെ അത്യാവശ്യം നല്ല കളറും കിട്ടും. കാര്യം എന്താ വെച്ചാൽ ഇതിൽ ഞാൻ വറ്റൽമുളകും ഗ്രീൻ ചില്ലിയും ഓൾറെഡി ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് പിന്നെ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ ആവശ്യമുള്ളൂ. കാരണം നോർമൽ ചില്ലി പൗഡർ ഇട്ട് കഴിഞ്ഞാൽ സ്പൈസ് കൂടുതലായിരിക്കും. പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് താളിച്ച ഐറ്റംസ് എല്ലാം ചേർത്തൊഴിച്ച് ഇപ്പം മിക്സ് ചെയ്യുകയാണ്. അപ്പം അവിടെ വെച്ചിരുന്ന പരിപ്പെന്ന് പറയുന്നത് ഞാൻ കുക്കറിൽ പരിപ്പ്, സവോള, തക്കാളി, അതുപോലെ തന്നെ പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിരുന്ന പരിപ്പായിരുന്നു. ആ പരിപ്പിലേക്കാണ് ഈ താളിച്ച ഐറ്റംസൊക്കെ ഞാൻ ഊറ്റി ഇപ്പോൾ മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സിമ്പിളായിട്ടുള്ള പരിപ്പ് കറി. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഈ ഒരു പരിപ്പ് കറി അതുപോലെ തന്നെ നല്ല ചൂട് ചപ്പാത്തിയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങളുടെ ഡിന്നർ എന്ന് പറയുന്നത് ഇതാണ്, ചപ്പാത്തിയും ഈ ദാൽ കറിയും. അപ്പോൾ താങ്ക് യു.